കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീതമായ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 12-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. വളരെ അനുഗ്രഹീതമായ ഒരു വേദഭാഗമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ വേദനകൾ പലതും നാം തന്നെ ഉളവാക്കുന്നവയാണ്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എത്ര പേര് അത് ഗ്രഹിക്കുന്നുണ്ട്? ഞാൻ ചോദിക്കട്ടെ, എത്ര പേര് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്? നമ്മുടെ സന്തോഷത്തിനും നന്മയ്ക്കുമായി ദൈവം നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന അത്ഭുതകരമായ കാര്യങ്ങൾ പലതും നാം നഷ്ടപ്പെടുത്തുന്നവരാണ്, അല്ലേ? നമ്മുടെ ദുഃഖത്തിലും നമ്മുടെ നാശത്തിനും വേണ്ടി സാത്താൻ നമുക്ക് നൽകുവാൻ ആഗ്രഹിക്കുന്ന ഭയാനകമായ കാര്യങ്ങൾ നാം ഏറ്റെടുക്കുന്നു. ദൈവം വാഗ്ദാനം ചെയ്യുന്നവയെ നാം തള്ളിക്കളയുകയും സാത്താൻ വാഗ്ദാനം ചെയ്യുന്നത് സ്വീകരിക്കുകയും ചെയ്യുന്ന പോഷത്വപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ പ്രധാന കാരണം നാം വിവേകഹീനരായിത്തീരുന്നത് കൊണ്ടാണ്. നമുക്കറിയാം, ശത്രു എപ്പോഴും വെളിപാടിൻ്റെ യജമാനനാണ്. ദുഷ്ടകാര്യങ്ങൾ എങ്ങനെ മനോഹരമാക്കി തീർക്കാമെന്ന് അവനറിയാം, സാത്താൻ അറിയാം. നാം അവൻ്റെ തന്ത്രത്തിൽ വീണു പോകുവാൻ കാരണം ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയുവാനുള്ള കഴിവ് നാം രൂപപ്പെടുത്തിയിട്ടില്ല എന്നതുകൊണ്ടാണ്. വിവേകം കൂടാതെ, ബുദ്ധിപൂർവമായ തിരിച്ചറിവും തീരുമാനങ്ങളും കൂടാതെ ആത്മീയ പരാജയം ഒഴിച്ചുകൂടാത്തതാണ്. തോൽക്കരുത് എന്നുള്ള പദം നോക്കിക്കേ. തോൽക്കരുത് എന്തിനോടാ? തിന്മയോട്. തോൽക്കരുത് എന്ന് ഇവിടെ പ്രസ്താവിച്ചിരിക്കുന്നത് ഒരു വർത്തമാനകാല പ്രസ്താവനയായിട്ട് നമുക്ക് അംഗീകരിക്കുവാൻ സാധിക്കും. വർത്തമാനകാല പ്രസ്താവനയായി ഇത് ഉപയോഗിക്കുമ്പോൾ ഇതുവരെ ചെയ്ത് വന്നിരുന്ന ചില കാര്യങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള കൽപ്പനയായി അത് കാണുന്നു. റോമിലുള്ള വിശ്വാസികൾ തിന്മയോട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അനേക വിശ്വാസികൾ അല്ലെങ്കിൽ അനേക ക്രിസ്ത്യാനികൾ തിന്മയോട് തോറ്റുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇത്. ചില തിന്മകളെ, അതായത് നന്മകളായി വിചാരിക്കുന്നു. എന്നാൽ ഈ നിലയിലുള്ള ഹാനികരമായ കാര്യങ്ങൾക്ക് കീഴടങ്ങുന്നത് അവസാനിപ്പിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അധികാരത്താൽ പൗലോസ് ഇവിടെ കൽപ്പിക്കുകയാണ്. നോക്കിക്കേ, യെശയ്യാ പ്രവചനം 5-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വേദഭാഗങ്ങളൊന്ന് നോക്കിക്കേ. അവിടെ എഴുതിയിരിക്കുന്നത് തിന്മയ്ക്ക് നന്മ എന്നും നന്മയ്ക്ക് തിന്മയെന്നും പേർ പറയുകയും ഇരുട്ടിനെ വെളിച്ചവും വെളിച്ചത്തെ ഇരുട്ടുമാക്കുകയും കയ്പിനെ മധുരവും മധുരത്തെ കയ്പുമാക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. ഈ വേദഭാഗം വാസ്തവത്തിൽ നാം ഇരുന്ന് അത് ധ്യാനിക്കുകയും ഏറെ ചിന്തിക്കുകയും ചെയ്യേണ്ട വേദഭാഗമാണ്. വിശ്വാസികളെന്ന നിലയിൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരിശോധന തീർച്ചയായും തിന്മയുടെ പരിശോധനയാണെങ്കിലും
അനേക വിശ്വാസികൾക്കും തിന്മ എന്താണെന്ന് പോലും അറിയില്ല. ഇല്ലേ? തിന്മ എന്നത് സാത്താൻ്റെ നന്മയാണ്, അല്ലെങ്കിൽ അവൻ്റെ നയമാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപരമായ ഉദ്ദേശത്തെ എതിർക്കുന്നതെന്തും അതെ, അത് തിന്മയാണ്. തിന്മയുടെ സത്ത എന്നത് ദൈവത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ്. മനുഷ്യൻ സ്വയമായി ചെയ്യുന്നതൊക്കെയും തിന്മയാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ നിന്നും വിട്ട് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ മനുഷ്യനെക്കുറിച്ച് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല. ക്രിസ്തീയത്വം ഇന്ന് വളരെയധികം ബലഹീനമായിരിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, തിന്മ എന്നത് വെറും പാപമാണെന്ന് കൂടുതൽ ക്രിസ്ത്യാനികളും ചിന്തിക്കുന്നു. മുമ്പ് പോരാടി ജയിച്ച ഒരു യുദ്ധമാണ് അവർ ചെയ്യുന്നതെന്ന് ചിന്തിക്കുകയും ഇപ്പോൾ മുന്നേറുന്ന യുദ്ധത്തെ അവർ അവഗണിക്കുകയും ചെയ്യുന്നു. തിന്മയുടെ ഒരു അവതരണം മാത്രമാണ് പാപം. പാപത്തിനെതിരായ യുദ്ധം ക്രൂശിൽ വിജയിക്കുകയും അതുവരെ ഉണ്ടായിരുന്നതും പിന്നീടുണ്ടാകുവാൻ പോകുന്നതുമായ പാപങ്ങളുടെ ന്യായവിധി യേശുക്രിസ്തുവിൻ്റെ മേൽ ഒഴിക്കുകയും ചെയ്തു. പാപത്തിന് വേണ്ടി ഇനി ആരും ന്യായം വിധിക്കപ്പെടേണ്ടതില്ല. എന്നാൽ തിന്മയ്ക്ക് മറ്റു പല അവതാരങ്ങളുമുണ്ട്. അതിലേറ്റവും അധികം നിസ്സാരമാക്കപ്പെടുന്നത് മാനുഷിക നന്മകളാണ്. വിശ്വാസികൾ പുറപ്പെടുവിക്കുന്ന നന്മകളെല്ലാം ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പിൽ വെന്തുപോകുന്ന മരം, പുല്ല്, വൈക്കോൽ എന്നിവയാണ്. അതാണ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങളിലും, അതുപോലെ തന്നെ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 10-ാമത്തെ വാക്യം. അവിശ്വാസികൾ പുറപ്പെടുവിക്കുന്ന നന്മകളെല്ലാം വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വിധിക്കപ്പെടുന്നവയാണ്, അല്ലേ? ക്രിസ്തുവിലുള്ള വിശ്വാസം കൂടാതെ ദൈവനീതിയുടെ മുമ്പിൽ ആരും അംഗീകരിക്കപ്പെടുന്നില്ല. അവരുടെ പ്രവൃത്തികൾ അവരെ എന്തു ചെയ്യും? വിധിക്കും. അതാണ് യൂദാ 14-15 വാക്യങ്ങൾ. അതുപോലെ തന്നെ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 11 മുതൽ 15 വരെയുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. എന്നാൽ നന്മയാൽ തിന്മയെ ജയിക്കുക, അതാണ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. പരാജയപ്പെട്ട വിശ്വാസികളുടെ ജീവിതത്തിൽ തിന്മയ്ക്കുള്ള പരിഹാരം പൗലോസ് ചൂണ്ടിക്കാണിക്കുന്നു. പരാജയപ്പെടുന്നതിന് പകരം ജയിക്കുവാൻ പൗലോസ് പറയുന്നു. കീഴ്പ്പെടുന്നതിന് വിരുദ്ധമായി നിൽക്കുവാനും തിന്മയെ എല്ലായ്പ്പോഴും കീഴ്പ്പെടുത്തിക്കൊണ്ടിരിക്കുവാനുമാണ് പറയുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുവാൻ പോകുന്നത്? അതെങ്ങനെ ചെയ്യുവാൻ സാധിക്കും? തിന്മയെ പരാജയപ്പെടുത്തുവാൻ ഒരു മാർഗമേ ഉള്ളൂ. എന്താണത്? നന്മ മാത്രം. നന്മയാൽ എന്ന പദത്തിന് നന്മയിൽ എന്നും നന്മയുടെ മേഖലയിൽ എന്നും ഒക്കെ അർത്ഥമാക്കാം. നല്ലത് എന്ന അർത്ഥം അതൊരു പൂർണ്ണമായ നന്മയാണ്. നൈസർഗികമായ നന്മ എന്നർത്ഥവും കൂടി നമുക്ക് സ്വീകരിക്കാം. പൗലോസ് ഓർപ്പിക്കുന്നത് ദൈവികമായ നന്മയെക്കുറിച്ചാണ്. അത് ദൈവത്തിൽ നിന്ന് മാത്രം പുറപ്പെടുന്നതുമാണ്. ദൈവാത്മാവ് ദൈവവചനവുമായി ചേർന്ന് വിശ്വാസിയിൽ കൂടി പ്രവർത്തിക്കുമ്പോഴാണ് ദൈവിക നന്മ രൂപപ്പെടുന്നത്, അല്ലേ? അവൻ നമ്മിൽ പൂർണ്ണ നിയന്ത്രണം നടത്തുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ ഏറ്റുപറയാത്ത പാപങ്ങളില്ലാതെ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറയുമ്പോഴാണ് പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ ആത്മാവിൽ സത്യമില്ലാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവിനെ ആയുധമില്ലാത്ത ഒരു പ്രവർത്തകനാക്കി മാറ്റുകയാണ്, അല്ലേ? നമ്മിലും നമ്മിൽ കൂടെയും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ വചനത്തിൽ കൂടെയാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ടാണ് നാം എല്ലാ ദിവസവും വചനത്താൽ പോഷിപ്പിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുന്നത്. അതെ, നമ്മൾ എല്ലാ ദിവസവും വചനത്താൽ പോഷിപ്പിക്കപ്പെടണം. നമ്മുടെ ആത്മാവിൽ കൂടുതലായി വചനം ശേഖരിക്കപ്പെടുമ്പോൾ
പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വചനത്താൽ ദിനംതോറും പോഷിപ്പിക്കപ്പെടുകയാണ്. നമ്മുടെ ആത്മാവിൽ കൂടുതലായി വചനം ശേഖരിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ കൂടുതലായി പ്രവർത്തിക്കുകയും നമ്മുടെ ജീവിതത്തിൽ കൂടെ കൂടുതൽ ഉദ്ദേശങ്ങൾ നിറവേറുകയും അല്ലെങ്കിൽ നിറവേറ്റുകയും ചെയ്യും. ശരിയായ വിവേചനം എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെയും നാം സ്വീകരിക്കുന്ന വചനത്തിൻ്റെയും സമന്വയിച്ചുള്ള ഒരു ഫലമാണ്. ജ്ഞാനം വചനത്തിൽ കൂടി മാത്രം വരുന്നത് എന്നുള്ളത് വസ്തുതകളുടെ നിജസ്ഥിതിയിലേക്കും എന്ത് നടപടി എടുക്കണമെന്ന് അറിയുവാനുള്ള കഴിവിനെ പറ്റിയുമുള്ള ഒരു ആന്തരിക കാഴ്ചപ്പാടാണ്. എന്ത് ചെയ്യണമെന്നുള്ള അറിവ് ഒരിക്കലും മതിയായതല്ല. നമുക്ക് ധൈര്യം ആവശ്യമാണ്. ആ നിലയിലുള്ള ധൈര്യം പരിശുദ്ധാത്മാവിൽ നിന്നാണ് നമുക്ക് വരുന്നത്. പ്രിയമുള്ളവരെ, നാം പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്നുവെങ്കിൽ പരാജയത്തിന് യാതൊരു സ്ഥാനവും അവിടെയില്ല. നമുക്കറിയാം, അതായത് എബ്രായ ലേഖനം 5-ാം അധ്യായം 13-14 വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്ന പാൽ കുടിക്കുന്നവനെല്ലാം നീതിയുടെ വചനത്തിൽ പരിചയമില്ലാത്തവനത്രേ, അവൻ ശിശുവല്ലോ. കട്ടിയായുള്ള ആഹാരം നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ തഴക്കത്താൽ അഭ്യസിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്കേ പറ്റുകയുള്ളൂ. ദൈവം നമ്മെ അതിനായിട്ട് ബലപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആമേൻ.